നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. അല്പസമയം മുൻപാണ് കണ്ണൂരിലെ CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന്റെ ഒരു മുഴുനീള ഇന്റർവ്യൂ മീഡിയ വൺ സംപ്രേഷണം ചെയ്തത്. അതിൽ അദ്ദേഹം പറയുന്ന ചില പ്രധാന സംഗതികളുണ്ട്. കണ്ണൂരിലെ പാർട്ടിക്കകത്ത് നടക്കുന്ന ചില മോശം സംഗതികളെക്കുറിച്ച് പ്രശ്നം താൻ ഉന്നയിച്ചുവെങ്കിലും അത് ഒരു നിലയ്ക്കും പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ്. എന്നുമാത്രവുമല്ല, ഈ അഭിമുഖത്തിൽ P. ജയരാജൻ അനാവശ്യമായി പാർട്ടിക്ക് ബാധ്യതയാകും വിധത്തിലുള്ള തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് കൈക്കൊള്ളുന്നു എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങളും മനു തോമസിന്റെ ഭാഗത്തുനിന്നുണ്ട്. തനിക്കെതിരെ നിയമ നടപടിക്ക് പോകുമെന്ന് പറയുന്നു P. ജയരാജനെങ്കിൽ നിയമ നടപടിയുമായി പോവട്ടെ, താൻ തെളിവുകൾ നൽകാം എന്നാണ്. P. ജയരാജനെതിരെ മാത്രമല്ല, P. ജയരാജന്റെ മകൻ ജയൻ രാജിനെതിരെ അടക്കം തന്റെ കയ്യിൽ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം ആഭിമുഖത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കഴിഞ്ഞ 3-4 ദിവസമായി മനു തോമസ് പാർട്ടിക്കകത്തെ ചില കേന്ദ്രങ്ങൾക്കെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ വളരെ സജീവമായി വാർത്താരംഗത്തുണ്ട്. പക്ഷേ CPIM ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന നേതൃത്വമോ ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കാൻ P. ജയരാജനൊരു ഡിഫൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നത് കൗതുകകരമായി തോന്നുന്നു. P. ജയരാജനും മനു തോമസും നേർക്കുനേരെ വാർത്തയിൽ നിറയുമ്പോൾ CPIM എന്തു ചെയ്യുകയാണ്? സത്യത്തിൽ കണ്ണൂരിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? കണ്ണൂരിലെ പാർട്ടിയിൽ പൊട്ടുന്നത് ഏതുതരം ബോംബാണ്? ഈ വിഷയം സംസാരിക്കുന്നു നമ്മളിന്ന്. നമ്മോടൊപ്പം CNP ചെക്കുട്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇടതു CPIM സഹയാത്രികൻ, സിറിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, നോക്കൂ, ഇത് സാധാരണ നിലയ്ക്ക് ഒരാൾ പാർട്ടിക്ക് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുക, പുറത്തു പോയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പാർട്ടിക്കെതിരായോ പാർട്ടി നേതാക്കൾക്കെതിരെയോ വിമർശനം ഉയർത്തുക, വളരെ കണിശമായ നിലയിൽ അയാൾ പാർട്ടിയിൽ നിന്ന് എതിർക്കപ്പെടും. പാർട്ടി അയാൾക്കെതിരെ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തീപ്പന്തമായി മാറും. പക്ഷെ മനു തോമസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ആവേശം പാർട്ടി കാണിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം 2021 ജൂൺ മാസം 21-ാം തീയതിയാണ്. അന്ന് രാമനാട്ടുകര വെച്ച് ഒരു സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ആക്സിഡന്റ് ഉണ്ടാവുകയും 5 പേര് മരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് കണ്ണൂരെ ചില പാർട്ടി സഖാക്കൾക്ക് ഇങ്ങനെയുള്ള സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന ആക്ഷേപം വന്നത്. ഈ പറയുന്ന മനു തോമസ് 2024 വരെ പാർട്ടിയിലുള്ള ആളായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹം ജില്ലാ പ്രസിഡന്റായിട്ടിരുന്നപ്പോൾ ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കും ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കും എതിരെ ജില്ല മൊത്തത്തിൽ അദ്ദേഹം ജാഥ നടത്തുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്ത നല്ലൊരു സഖാവ് തന്നെയായിരുന്നു. പക്ഷേ ഈ 2024 അദ്ദേഹം കഴിഞ്ഞ 1 വർഷമായിട്ട് പാർട്ടി കമ്മിറ്റികളിൽ ബന്ധപ്പെടുകയോ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയോ ചെയ്തപ്പോൾ സ്വാഭാവികമായി പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാൻസലാവുകയും പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. ഈ 2024 ജൂൺ ആദ്യമാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ പുറത്തു പോയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് ജയരാജനും അദ്ദേഹത്തിന്റെ മകൻ ജയൻ രാജിനും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ആരോപണം ഉന്നയിച്ചു, ഞങ്ങളത് നിഷേധിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മാധ്യമങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർഷങ്ങളായിട്ട് പാർട്ടിയിൽ നിൽക്കുകയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടിരിക്കുകയും DYFIയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് മനു തോമസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൊട്ടേഷൻ സംഘത്തിലുള്ള പലരും അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അവരെന്ന് പാർട്ടിയുടെ പല പല സ്ഥാനങ്ങളിലിരുന്നവരാണ്. അവരുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകും. അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ മനു തോമസിന് തീർച്ചയായിട്ടും ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ജയരാജൻ സഖാവിന്റെ മകനുമായി ബന്ധപ്പെട്ടോ സ്വർണ്ണക്കടത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ രേഖകളുണ്ടാകാം. അദ്ദേഹം ഇന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞ് ഞങ്ങൾ രേഖകൾ തരാമെന്ന്. അങ്ങനെ പറഞ്ഞാൽ പോരാ. കാരണം ഒരു വലിയ പാർട്ടി, അതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, അദ്ദേഹം ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്നു. അവർക്കെതിരെ ഒരാരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഒരിക്കലും അടിസ്ഥാനരഹിതമാകാൻ പാടില്ല. ആരോപണങ്ങൾ അടിസ്ഥാനപരമായിരിക്കണം. അതുപോലെ തന്നെ ആരോപണങ്ങൾക്ക് തെളിവുണ്ടായിരിക്കണം. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമില്ല, ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾക്കാർക്കും യാതൊരു ബന്ധവുമില്ല, എന്റെ മകന് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ എനിക്കെതിരെ ഒരാൾ ആരോപണം ഉന്നയിക്കുകയും ഞാനത് നിഷേധിക്കുകയും ചെയ്താൽ ആ ഉന്നയിച്ച ആൾ തന്നെ രേഖകൾ പുറത്തുവിടണം. ഇവിടെ അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൽ പെട്ടതിന്റെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ആളുകൾ അവരുടെ ക്ലോസ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ മനു തോമസിനെതിരെ നമുക്ക് നീങ്ങേണ്ടതുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ മനു തോമസിനെതിരെ നമ്മൾ നീങ്ങുന്നതിന് ഷാജറിന്റെ എല്ലാ പിന്തുണയും നമുക്കുണ്ട് എന്ന് പറയുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് അടക്കം താൻ പരാതിപ്പെട്ടു പാർട്ടിയിൽ എന്നാണ് മനു പറയുന്ന കാര്യം.
അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പാർട്ടിയും പറയുന്നില്ല. ആ പരാതി കിട്ടുന്നു, അത് പലതവണ വൈകിച്ചു, ഒടുവിൽ ഒരു ഏകാംഗ കമ്മീഷനെ വെച്ചു. ജാഗ്രത വേണമെന്ന് പാർട്ടി ഈ ആരോപണ വിധേയനായ ആളോട് പറയുന്നു. അതിനുശേഷം അയാൾ ഉന്നതമായ പദവിയിലേക്ക് അവരോധിതനാകുന്നു എന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ സന്ദേശം എന്താണ് എന്ന പ്രശ്നമാണ് മനു തോമസിന്റെ പ്രശ്നം. എന്നിട്ടും അയാൾ വേറെ ഏതെങ്കിലും ഒരു വിമതസ്വരം ഉയർത്തിക്കൊണ്ട് പുറത്തിറങ്ങിയെന്ന് പാർട്ടിയെ വിൽപ്പലക്കുന്നു. ഇന്നത്തെ അഭിമുഖത്തിൽ പോലും പാർട്ടിക്കെതിരെ പരിധി കവിഞ്ഞ് എന്തെങ്കിലും പറയാനോ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ കവിഞ്ഞ വർത്തമാനം പറയാൻ ഒന്നും അയാൾ തയ്യാറാവുന്നില്ല. അയാൾ പറയുന്നത് ഞാനൊരു പ്രശ്നം ഉന്നയിച്ചു, പരിഗണിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ മടുത്തു, ഞാനൊന്ന് നിർജീവമായി എന്നാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി താല്പര്യം, പാർട്ടി അവമതിക്കുക എന്നുള്ള ഗൂഢോദ്ദേശം ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും അല്ല ഈ ദിവസവും അയാൾ ബിഹേവ് ചെയ്യേണ്ടത്. അല്ല, മനു തോമസ് ആരോപണമെന്ന് കൊണ്ടുവരികയും കത്ത് കൊടുക്കുകയും ചെയ്ത് ഷാജറിനെതിരെയാണ്. അതിനെതിരെ പാർട്ടി ജില്ലാ കമ്മിറ്റി അന്വേഷിക്കുകയും അതിനകത്ത് അന്വേഷണത്തിൽ യാതൊരു വിധമായ കഴമ്പുമില്ല എന്ന് കണ്ട് ആ അന്വേഷണം ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ പിന്നീട് അന്ന് പറഞ്ഞത് പാർട്ടി നേതാക്കന്മാർക്ക് ഇങ്ങനെയുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണം, തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കമ്മിറ്റിയിൽ മനു തോമസും ഉണ്ട്. മനു തോമസ് അന്ന് ജില്ലാ കമ്മിറ്റി അംഗമാണ്. മനു തോമസും കൂടി ഇരിക്കുന്ന കമ്മിറ്റിയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇതിനകത്ത് യാതൊരു വിധമായ അടിസ്ഥാനവും ഇല്ല എന്ന് കണ്ട് ആ തള്ളിക്കളഞ്ഞത്. അപ്പോൾ അന്നൊന്നും മനു തോമസ് പ്രതികരിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഉൾപാർട്ടി ജനാധിപത്യമാണ്, പാർട്ടി കമ്മിറ്റികൾക്കകത്ത് പറയാം. അപ്പോൾ അദ്ദേഹം ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടിരുന്നപ്പോഴും ഈ സ്വർണ്ണ മാഫിയക്കെതിരെ കണ്ണൂർ ജില്ല മൊത്തത്തിൽ അദ്ദേഹം വിശേഷിച്ച് വലിയ വാഹനജാഥ നടത്തിയപ്പോഴും ഒന്നും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം ചെറിയ ആരോപണമല്ല. പുറത്തുപോയി വർത്തമാനം പറയുന്ന ഒരു വഷളൻ എന്ന നിലയ്ക്ക് മനു തോമസിനെ ചുരുക്കുന്നതിൽ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം കണ്ണൂരിലെ പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് പാർട്ടിക്കകത്ത് ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. പറയാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കമ്മിറ്റി പറയലല്ലോ, ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കുന്നു. ആ കംപ്ലൈന്റിനകത്ത് ഒരു തരത്തിലുള്ള ആക്ഷനും ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ല എന്ന പേരിൽ പലതവണ അദ്ദേഹം പ്രഷർ ചെയ്യുന്നു. സ്റ്റേറ്റ് സെക്രട്ടറിക്ക് മുമ്പാകെ പറയുന്നു. അപ്പോഴാണ് അന്വേഷണത്തിലേക്ക് പോയത്. അല്ലാതെ ഈ പി ജയരാജൻ പറഞ്ഞ പോലെ അനുഭാവികൾ എഴുതി തന്നാൽ പോലും അന്വേഷിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മനു തോമസിന്റെ പരാതി പലകുറി ജില്ലാ നേതൃത്വം അവഗണിക്കുകയും സ്റ്റേറ്റ് സെക്രട്ടറി ഇടപെട്ടോ അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയും അതിനൊടുവിലാണ് ഈ പറയുന്ന ശാസനാവാചകം വരികയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മനു തോമസ് പാർട്ടിക്കകത്തിരുന്നപ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ എന്നത് അവാസ്തവമായ ഒരു നിരീക്ഷണമായിരിക്കും. മനു തോമസ് ആകെ ചെയ്തത് ഈ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുത്തു. ആദ്യം ശരി അന്വേഷിച്ചിട്ടില്ല, പിന്നീട് അത് വ്യക്തമായിട്ട് അന്വേഷിക്കുകയും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ചെയ്തു. ആ ചർച്ച ചെയ്ത കമ്മിറ്റിയിൽ മനു തോമസ് ഇരിപ്പുണ്ട്. മനു തോമസ് ഇരുന്ന കമ്മിറ്റിയിലാണ് ഈ അന്വേഷണത്തെക്കുറിച്ച് പറയുകയും അതിന്റെ റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടിന്മേൽ ഇതിനകത്ത് ഈ പറയുന്ന അന്വേഷണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കുകയും അത് തള്ളിക്കളയുകയും ചെയ്തു. അന്നൊന്നും മനു തോമസ് അതിനുശേഷം പിന്നീട് നടപടികളുമായിട്ട് പോയിട്ടില്ല. അത് അവിടെ ക്ലോസ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഒരു വർഷമായിട്ട് മനു തോമസ് പാർട്ടി ലെവി അടയ്ക്കുകയോ മെമ്പർഷിപ്പ് പുതുക്കുകയോ പാർട്ടി ജില്ലാ കമ്മിറ്റികളിൽ പങ്കെടുക്കുകയോ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ മനു തോമസിന്റെ ഇന്നലെ തീരുമാനിച്ചതല്ല, ഒരു വർഷമായിട്ടുള്ള മനു തോമസിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള തീരുമാനമാണ്. മനു തോമസിന്റെ പ്രശ്നം എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? അയാൾക്ക് ഷാജറുമായി വ്യക്തിപരമായ പ്രശ്നം ഉണ്ടായിരുന്നു. ഷാജർ പരിഗണിക്കപ്പെടുന്നതിലുള്ള ഈഗോയാണ് അയാളുടെ പ്രശ്നം. അതുകൊണ്ട് അയാൾ തനിയെ പുറത്തുപോയി എന്നാണോ? അല്ല, അത് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ അദ്ദേഹത്തിന് യുവജന വിഭാഗത്തിന്റെ ചെയർമാനാക്കി, അത് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ഓരോ മറ്റേ നമുക്കറിയാം ജയരാജൻ അദ്ദേഹം ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനാണ്. പാർട്ടി അങ്ങനെ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് പ്രത്യേകത രീതി പല കാര്യങ്ങൾ പരിഗണിച്ചാണ്. അതിന് മനു തോമസും ഷാജറും തമ്മിലുള്ള ബന്ധവും നോക്കിയല്ല ചെയ്യുന്നത്. ഷാജർ മനു തോമസ് ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾക്കൊന്നും വിധേയനല്ല. ഷാജർ എന്ന് പരിപൂർണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഷാജറിന് അങ്ങനെ ഒരു സ്ഥാനം നൽകിയത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആരോപണ വിധേയനായി വിശേഷിച്ച് സ്വർണ്ണക്കടത്ത് പോലെയുള്ള വലിയ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവരെയൊന്നും അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്ന ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തീർച്ചയായിട്ടും മനു തോമസിന്റെ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹം രേഖകൾ കൊണ്ടുവരട്ടെ. രേഖകൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള നിയമ നടപടിക്ക് നോക്കാൻ അദ്ദേഹം പറയുന്നു. ഒരു കാര്യം ചോദിച്ചാൽ അപ്പുറത്തേക്ക് പോയിക്കോട്ടെ. ബലദേവ്, ഇതിനകത്ത് പക്ഷേ മനു തോമസിനെ പൂർണ്ണാർത്ഥത്തിൽ കുലംകുത്തി പാർട്ടി വഞ്ചകൻ എന്നൊക്കെ പറയാൻ പി ജയരാജൻ അങ്ങനെ ലൈറ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നോക്കൂ, ഇവിടെ ഏതെങ്കിലും നിലയ്ക്ക് അത് പറയാൻ തയ്യാറാവുന്നില്ല CPIMന്റെ ജില്ലാ സെക്രട്ടറി എന്നത് കാണേണ്ട കാര്യമാണ്. ഇനി വേണമെങ്കിൽ മനു തോമസിന് പാർട്ടിയിലേക്ക് മടങ്ങി വരാമെന്ന വിശാല സമീപനം സ്വീകരിക്കുകയാണ്. സാധാരണ പാർട്ടി, കണ്ണൂരിലെ പാർട്ടി അങ്ങനെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവത്തിനില്ല. പക്ഷേ മയപ്പെട്ട ഒരു പ്രതികരണം ഇദ്ദേഹത്തോട് എടുക്കുകയാണ് എന്ന് മാത്രമല്ല, പി ജയരാജനും മുൻപ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ഫാൻസ് വെട്ടുകിളി കൂട്ടം അല്ലാതെ മറ്റാരും മനുവിനെതിരെ ഇറങ്ങി തിരിച്ചിട്ടുമില്ല.
ഇല്ല, തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത് വളരെ അനുഭാവപൂർണമായ ഒരു നയമാണ്. ഇപ്പോൾ നമുക്കറിയില്ല, ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വ്യവസായ സ്ഥാപനങ്ങൾക്കും എല്ലാം സംരക്ഷണം കൊടുക്കണമെന്ന് ആലക്കോട് പോലീസിന് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? അദ്ദേഹത്തിനെ അപായപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന്റെ സ്വത്തോ അദ്ദേഹത്തിന്റെ സമ്പത്തോ ജീവനോ എന്തെങ്കിലും കേടുപാട് വരുത്തണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം വരില്ല. ജില്ലാ പോലീസ് രാഷ്ട്രീയ നിർദ്ദേശത്തിന്റെ ഭാഗമല്ലാതെ ഭരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നിർദ്ദേശം പോലീസ് സെക്യൂരിറ്റി ഏർപ്പാടാക്കുന്നത്. അല്ലാതെ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് പി ശശി വിളിച്ചു പറഞ്ഞിട്ടല്ല. ഹോം ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലല്ല, അത് പറയുന്നത് തെറ്റാണ്. കാരണം CPM ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ ജില്ലാ പോലീസ് മേധാവി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുകയും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കത്തുമില്ല. അതിനകത്ത് തീർച്ചയായിട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അല്ല, എന്ന് വെച്ചാൽ ആരാണ് ഇപ്പൊ മനു തോമസിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുക? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇനിയിപ്പോ CPMന്റെ ആഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാണ് ഇത് സംഭവിച്ചത് എന്ന് വിചാരിക്കുക. പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം മനു തോമസിനെ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തെ അപായപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആർക്കാണ് അതിന് താല്പര്യം എന്ന് ഇവിടെ ക്ലിയർ ആണ് ആർക്കാണ് താല്പര്യം. അല്ല, വർഷങ്ങൾക്ക് മുമ്പേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചിലരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർക്കാർക്കും ഈ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. പാർട്ടിയുമായിട്ടോ പാർട്ടിയുടെ ഏതെങ്കിലും പോഷക സംഘടനകളുമായിട്ടോ ഈ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നവർക്ക് ആർക്കും തന്നെ യാതൊരു വിധമായ ബന്ധവുമില്ല. പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ പോലും മനു തോമസിനെ ഞങ്ങൾ അപായപ്പെടുത്തും എന്ന് ആരും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു മെസ്സേജോ വാട്സപ്പിലോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇത് പുറത്തുള്ളവരാണ്. അവർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. പണ്ട് അവർ പാർട്ടിയുടെ കൊട്ടേഷൻ ഭാഗമായിരുന്നു. ചില സംഘർഷങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്, സംഘടനകളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷെ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നവർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെയാണ് മനു തോമസിന് എന്തെങ്കിലും കുഴപ്പം പറ്റരുത്, അദ്ദേഹത്തിന് യാതൊരു അപായവും സംഭവിക്കരുത് എന്ന് പാർട്ടിക്ക് ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വ്യക്തിക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾക്കുമെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പോലീസ് നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. അദ്ദേഹത്തിനെതിരെ യാതൊരു വിധമായ കണ്ണൂരിലെ CPM ഒന്നാകെ മനു തോമസിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നില്ലേ? ജയരാജന് മാത്രമേ ഈ കാര്യത്തിൽ കുറച്ച് പ്രശ്നമുള്ളോ? ശ്രീ നിഷാദ്, യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം കണ്ണൂരിലെ CPMനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പരിക്ക് ചെറുതല്ല. ഇരുമ്പ് മറക്കകത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കണ്ണൂരിലെ CPM എന്നാണ്. സ്റ്റാലിനിസ്റ്റ് സംഘടനാ രീതിയാണ് എന്നുള്ളതാണ് ഈ കണ്ണൂരിലെ CPMനെ കുറിച്ച് പറയാറ്. പക്ഷെ അതൊക്കെ പൊട്ടിത്തകർന്ന് ഇന്ന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ചീഞ്ഞു നാറുന്ന കഥകളാണ്. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും കൊലപാതകങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റ് മാഫിയ സംഘങ്ങളിൽ പ്രവർത്തിച്ച കഥകളൊക്കെയാണ് അതിനകത്ത് പുറത്തു വരുന്നത്. എന്താണ് ആരാ പുറത്ത് പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞൊന്നുമല്ലല്ലോ, പ്രതിപക്ഷം പറഞ്ഞതല്ലല്ലോ. പറഞ്ഞതാരാ? DYFIയുടെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ച, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച, യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച് പാർട്ടിക്കകത്ത് നടക്കുന്ന അനഭിലഷണീയമായ പ്രവണതയ്ക്കെതിരായി പാർട്ടി കമ്മിറ്റിക്കകത്ത് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ജീവൻ പോലും ഈ പാർട്ടിക്കകത്തെ കൊട്ടേഷൻ സംഘം ഇല്ലാതാക്കുമെന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പാർട്ടി പ്രവർത്തനം നിർത്തിയ ഒരു ചെറുപ്പക്കാരനാണ് മനു തോമസ്, അല്ലേ? മനു തോമസിന്റെ എതിരെ കുറ്റം അദ്ദേഹത്തിന്റെ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി പുറത്താക്കിയില്ലല്ലേ ഇപ്പോൾ പി ശശികയോ അതോടൊപ്പം തന്നെ ഇവരെ പല നേതാക്കന്മാർക്കും എതിരായി ഉണ്ടാകുന്ന ഒരു ആരോപണം മനു തോമസിനെതിരെ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അയാൾ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം ജീവിക്കുന്നതിന് വേണ്ടി തൊഴിലെടുക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് മനു എന്ന് ഞങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്. അപ്പം ആ മനു തോമസ് പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. എന്താ പറയുന്നത്? ഇപ്പോൾ CPM പറയുന്നത് ജാഗ്രത കുറവുണ്ടായി. ആർക്കാ ജാഗ്രത കുറവ്? എന്താ ചെയ്ത തെറ്റ്? സമൂഹത്തിന്റെ മുമ്പിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ, കൊട്ടേഷൻകാരുടെ, സ്വർണം പൊട്ടിക്കൽക്കാരുടെ ഏജന്റായും കാരിയറായും പ്രവർത്തിക്കാൻ DYFIയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരാൾ തയ്യാറായി വന്നിരിക്കുന്നു. അത് കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ കൊടുത്ത സ്വർണം DYFIയുടെ ഓഫീസ് സെക്രട്ടറിയെ കൊണ്ട് വാങ്ങിക്കുകയും അയാൾ തുറന്നു നോക്കുമ്പോൾ ഇത് സ്വർണ്ണമാണെന്ന് കണ്ടെത്തുകയും ഇത് പരാതിപ്പെടുകയും ചെയ്ത് ആ പരാതി മേൽക്കമ്മിറ്റിക്ക് മനു തോമസ് പരാതി കൊടുത്തതാണോ ജാഗ്രത കുറവ്? ആർക്കാ ജാഗ്രത കുറവ്? അയാളെ സംഘടനാപരമായും നിയമപരമായും പുറത്താക്കേണ്ട അല്ലെങ്കിൽ നടപടിയെടുക്കേണ്ട ഒരു പാർട്ടി അയാൾ കൊടുത്തതെന്താ? യുവജന കമ്മീഷന്റെ ചെയർമാനാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? പാർട്ടി തെറ്റിദ്ധരുത്തുന്നത്?
അപ്പൊ അത് ഈ പാർട്ടിക്കകത്ത് ഈ നീതി കിട്ടുന്നില്ല. അതുകൊണ്ട് സ്വയം മനമെടുത്തുകൊണ്ട് ഒരുപാട് ത്യാഗം ആ പാർട്ടിക്കകത്ത് സഹിച്ച ഒരാളാണ് മനു എന്ന് സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നറിയാം. അങ്ങനെ സഹിച്ച ഒരാള് അയാൾ സ്വയം മനമെടുത്തുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്ന് പുറത്തു പോകുമ്പോൾ അയാളെ വീണ്ടും അയാൾക്കെതിരായി പി ജയരാജൻ എന്ന് പറയുന്ന ഈ പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് ഈ കൊലപാതക രാഷ്ട്രീയത്തിനും മാഫിയ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ താൻ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഈ കൊട്ടേഷൻ മാഫിയ സംഘം ഉണ്ടല്ലോ, ഈ പറയുന്ന ഇപ്പൊ നിങ്ങളൊക്കെ ലഘുവായി പറഞ്ഞ ഈ രാമനാട്ടുകരയിലെ പിന്നെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട മരണം ഉൾപ്പെടെയുള്ള സംഭവത്തിന്റെ പിന്നിൽ നിന്നവർ ആരാണ് എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ പിറകിൽ അത് മനു പറഞ്ഞതുപോലെ എടിയന്നൂരിൽ ഉൾപ്പെടെയുള്ള കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഷുഹൈബിനെ കൊന്ന കേസിനകത്ത് പ്രതിയായ ആകാശ് തില്ലങ്കേരിയെ പോറ്റി വളർത്തിയത് പി ജയരാജനാണ്. ആ പി ജയരാജനാണ് ഇവരെയൊക്കെ തന്നെ കൃത്യമായി വളർത്തിക്കൊണ്ടുവരുന്നത്, എല്ലാ സംരക്ഷണം കൊടുക്കുന്നത്, ഇയാളുടെ തണലിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് പറയുകയാണ്. അതല്ലേ ഈ നാട്ടിലെ മുമ്പിൽ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകൾ ഈ പാർട്ടിയെ വല്ലാതെ വിഴുങ്ങിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ പോലും ആരാണ് ഇപ്പോൾ ചർച്ചക്ക് എനിക്ക് തോന്നുന്നു CPM-ന്റെ ആളും വരുന്നില്ല ജയരാജനെ ന്യായീകരിക്കാൻ. ഇപ്പോൾ ഇദ്ദേഹത്തെ പോലത്തെയുള്ള ബലദീപ് സച്ചിദാനന്ദനെ പോലെ നിരീക്ഷകന്മാർ മാത്രമേ വരുന്നുള്ളൂ. പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നിഷാദ് ചിലപ്പോൾ ആകാശ് തില്ലങ്കേരിയെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കും ആ രൂപത്തിൽ. കാരണം ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് ഇയാൾക്ക് വേണ്ടി ഇന്നും ചെയ്യുന്നത്. അത് നേതൃത്വം കൊടുക്കുന്നത് ആരാ? ഇയാളുടെ മകനാണ്. ഈ മകൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഈ റെഡ് ആർമിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള ഇവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെയും ഒക്കെ ആളായി പ്രവർത്തിക്കുന്നുവെന്ന് മനു തോമസ് വെറുതെ പറയില്ല. അദ്ദേഹം പാർട്ടി പ്രവർത്തിച്ചല്ലേ. MP ജയരാജൻ ചോദിച്ചു ആരാ റെഡ് ആർമി, ആരാ പോലാളി ഷാജി, ഒന്ന് മര്യാദയ്ക്ക് ചോദ്യം ചെയ്താൽ ഇതിന്റെ ആളെ കിട്ടും. അപ്പൊ അയാളാണ് ഇതിന്റെ പിറകിൽ നിൽക്കുന്നത്. അയാളും ഈ കൊട്ടേഷ സംഘത്തിന്റെ ഭാഗമാണ്, ഇവരുടെ കൂടെ അതിന്റെ കോർഡിനേറ്റർ ആണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ മനു തോമസും പി ജയരാജനും തമ്മിലുള്ള തർക്കമല്ല, ഇത് നാടിന്റെയും സമൂഹത്തിന്റെയും പ്രശ്നമാണ്. ഈ മാഫിയ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വിഷയത്തിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. അത് അന്വേഷിക്കാൻ ഒരു നിയമപരമായും ഏതെങ്കിലും കൃത്യമായ രൂപത്തിലുള്ള ഏജൻസി അന്വേഷിച്ചുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മനു തോമസ് പറഞ്ഞത് പി ജയരാജൻ എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറയാറുണ്ട്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിശുദ്ധ പശുവാണ്. ഞാൻ ഒരു ത്യാഗിയാണ്, ഞാനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. EP ജയരാജൻ BJP നേതാവുമായി കച്ചവടം നടത്തുമ്പോഴും അതോടൊപ്പം മറ്റ് ബന്ധങ്ങളുണ്ടാവും, പരാതി കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ്, എന്റെ മക്കളൊക്കെ ജീവിക്കുന്നത് അധ്വാനിച്ച് ഓട്ടോ ഓടിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയാറ്. പക്ഷെ അതിനകത്തുള്ള ഒരു മകൻ ഈ നാട്ടിനകത്ത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മറ്റൊരു മകൻ കോപ്പി മാഫിയ ദുബായിൽ നടത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയണം എന്താണ് എന്റെ മകന്റെ ജോലി, എന്താണ് ദുബായിൽ ചെയ്യുന്നത്, എന്താണ് എന്റെ മകൻ അവിടെ ചെയ്യുന്നത് എന്ന് പറയേണ്ട. ഈ ആരോപണം വന്നില്ല. ജയരാജൻ അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മകന്റെ ബിസിനസ് എന്താണ്? ഈ മകൻ ഇപ്പൊ അടുത്ത് വലിയ കെട്ടിപ്പൊക്കിയ വീടുണ്ട്, വലിയ മണിമാളിക കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഈ ജയരാജന്റെ മകൻ. എവിടുന്നായി പണം? സാധാരണ ഓട്ടോ ഓടിക്കുന്ന ആൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ മണിമാളിക ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെ വന്നു പണം എന്നതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അതൊക്കെ അന്വേഷിക്കണം. അപ്പൊ അത്തരം എല്ലാ കാര്യങ്ങളിലും തെളിവ് മനു തോമസിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ട്രാൻസ്ഫോമറിലേക്ക് കൈയിടാൻ തയ്യാറായത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂരിലെ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന അസാധാരണമായ ഒരു ഡെവലപ്മെന്റ് എന്ന നിലയ്ക്ക് ഇതിനെ കാണുമ്പോൾ, അതായത് നോക്കൂ, ഒരു നിലയ്ക്കും പാർട്ടി ഒന്നാകെ ഇറങ്ങി വന്നിട്ട് സാധാരണ നിലയ്ക്ക് ഒരു വിമർശകനെ, ഒരു കുലംകുത്തിയെ കൈകാര്യം ചെയ്യുന്ന നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നില്ല. മനു തോമസിന്റെ ഫോക്കസ് ആവട്ടെ പി ജയരാജനിലേക്കാണ്. അയാൾ ഇന്നും അഭിമുഖത്തിൽ പാർട്ടി സെറ്റപ്പിനെ ആകെ കുറ്റം പറയുകയോ പാർട്ടി ആകെ കുഴപ്പമാണെന്ന് സ്ഥാപിക്കുകയോ ചെയ്യുന്നതേയില്ല. മറിച്ച് പി ജയരാജനെ ഗോഡ് ഫാദർ ആക്കിയവരും അവർക്കെതിരെ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അത് നടക്കട്ടെ എന്ന് CPM-നകത്തൊരു വിഭാഗം വിചാരിക്കുന്നതുകൊണ്ടുകൂടി ആയിരിക്കുമോ ഈ CPM ഇതിനെ പതിഞ്ഞ താളത്തിൽ കൈകാര്യം ചെയ്യുന്നത്? അല്ല, അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും CPM-ന്റെ കണ്ണൂർ ജില്ലാ ഘടകത്തിൽ, സംസ്ഥാന ഘടകത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ആഴത്തിലുള്ള ഭിന്നതകൾ വന്നിട്ടുണ്ട്. ഇപ്പം നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അത് പിണറായി വിജയനായാലും ശരി, EP ജയരാജനായാലും ശരി, അങ്ങനെയുള്ള ലീഡേഴ്സൊക്കെ തന്നെ അവർ ഡിസ്ക്രെഡിറ്റഡ് ആണ്. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലും വിവിധ ജില്ലാ കമ്മിറ്റികളുമായിട്ട് വന്നിരിക്കുന്ന ചർച്ചകളുടെ സ്വഭാവം നോക്കിയാൽ വളരെ സീനിയർ ലീഡർഷിപ്പിനെ കുറിച്ച് വളരെ കടുത്ത ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. ആ ആക്ഷേപങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ താഴെത്തട്ട് വരെ വന്നിരിക്കുന്നതാണ്. അത് പാർട്ടിയുടെ അണികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക വിഷമം, വിപ്രതിപത്തി, അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിയുടെ പെർഫോമൻസിനകത്ത് ബാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു തിരുത്തലിന് പാർട്ടി തയ്യാറാവേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു തിരുത്തൽ വരുമ്പം ഒരു പക്ഷേ ഉയർന്നു വരാനിടയുള്ള
പേരുകളിലൊന്നാണ് പി ജയരാജൻ്റെത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നടക്കുന്ന ചർച്ചകൾക്ക് ആ തരത്തിലൊരു ആംഗിൾ ഉണ്ടാവും. കാരണം പ്രത്യേകിച്ചും ഞാനത് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനടി തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അദ്ദേഹത്തിൻ്റെ അനാലിസിസ് വളരെ രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പാർട്ടി തോറ്റത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു ഒരു ആൻസർ എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളുകൾ ചേർന്നിട്ട് പാർട്ടി അട്ടിമറിച്ചു എന്നാണ്. ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളുകൾ വിചാരിച്ചാൽ കണ്ണൂരെ പാർട്ടി അട്ടിമറിക്കാൻ കഴിയില്ല. കാരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ അട്ടിമറിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? സോഷ്യൽ മീഡിയ ഒരു ആഗോള പ്രതിഭാസമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് അവരെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ണൂരുള്ള വളരെ സംഘടിതമായ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ തോറ്റു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഉള്ള ഈ സംഘർഷങ്ങളും ഇപ്പോൾ ഉള്ള ഈ വിഷയങ്ങളും അതിൻ്റെ സോഷ്യൽ മീഡിയ ആംഗിളൊക്കെ നോക്കിയാൽ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ആലോചിക്കാവുന്ന തെളിവുകളൊക്കെ. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം കണ്ണൂരിൽ നിന്ന് ഏറ്റവും ആദ്യം ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് പി ജയരാജൻ ചരിത്രപരമായ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തണം എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹമാണ് ആദ്യം അത് പറയുന്നത്. വെച്ചാൽ പാർട്ടിയുടെ നേതൃത്വത്തിന് തിരുത്താനുണ്ട് എന്ന് തുറന്നു പറയുകയാണ് പി ജയരാജൻ. ഇന്നിപ്പോൾ മനു തോമസും പറയുന്നുണ്ട് പാർട്ടിക്ക് മുകളിൽ കയറി വർത്തമാനം പറയുന്ന ശീലം അദ്ദേഹത്തിനുണ്ട് എന്നത് ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുകയാണ്. രണ്ടാമത്തേത് എം വി ജയരാജൻ പറയുന്നു പാർട്ടിക്കാരെന്ന് തോന്നിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ പാർട്ടിയെ വിമർശിക്കുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഈ പറയുന്ന പോരാളി ഷാജിയൊക്കെ മാറി. അപ്പോൾ അതൊക്കെ കൂടി പി ജയരാജൻ്റെ ഒരു താല്പര്യം ഇങ്ങനെ ഒരു പാർട്ടി എന്താ പറയുന്നത് എതിരായി അല്ലെങ്കിൽ പാർട്ടിയുടെ ലീഡർഷിപ്പിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന ഫീല് CPM-നകത്ത് ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ. അല്ല, എനിക്കത് ഞാനിപ്പം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ഒരു തെളിവുകൾ എൻ്റെ കയ്യിലില്ല. പക്ഷേ നമ്മുടെ സ്ഥിതിഗതികൾ ഇതിൻ്റെ വളർച്ച നോക്കിയാൽ യഥാർത്ഥത്തിൽ ഈ വിഷയം പി ജയരാജനായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്തുകൊണ്ടാണ് പി ജയരാജനകത്ത് കയറി ഇടപെടാൻ പോയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ആദ്യത്തിൽ ഈ മനു തോമസിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഷാജിറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാനിത് മടുത്തിട്ട് പരിപാടി നിർത്തുകയെന്ന്. അതിനുശേഷം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് പി ജയരാജനാണ് ഈ ചർച്ച ഈ നിലയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ എന്തുകൊണ്ടോ എന്നറിയില്ല, പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച ഇങ്ങനെ പ്രത്യേകമായിട്ട് പൊതുസമൂഹത്തിൽ ഇങ്ങനെ വരുന്നതിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് അദ്ദേഹം അറിഞ്ഞോടി ചെയ്തതാണോ അല്ല അറിയാതെ ചെയ്തു പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, പാർട്ടിയുടെ അകത്തളങ്ങളിലെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ പാർട്ടിയും പാർട്ടി വിരുദ്ധരായിട്ടുള്ള ആളുകളും പൊതുസമൂഹ വിരുദ്ധരായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളും തമ്മിലെ ബന്ധങ്ങളിലേക്ക് വീണ്ടും പൊതുജന ശ്രദ്ധ കൊണ്ടുവരുന്നതിൽ ഇതെല്ലാം സഹായിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വികസിച്ച് വരിക? കാരണം ഇതൊക്കെ പറഞ്ഞ അൾട്ടിമേറ്റ്ലി അത് എൻഡ് ഓഫ് ദ ഡേ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അതിൽ കണ്ണൂരിലെ ഈ ക്രിമിനൽ സംഘം മാത്രമല്ല കേരളം ഒട്ടാകെയുണ്ട്. അതിൻ്റെയൊക്കെ ലീഡർഷിപ്പ് ഈ ക്രിമിനൽ സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജിനെ കുറിച്ചൊരു പരിശോധന നടത്തുക, ഒരു പൂർണ്ണതയുള്ള ഒരു അഴിച്ചു പരിശോധന എന്നതൊക്കെ അതിപ്പോൾ പി ജയരാജനെ കുറിച്ചായാൽ കൂടി നടപ്പുള്ള കാര്യമാണോ? അതിൻ്റെ ഒരു ബഹുശാഖിയായ അനന്തരഫലം എന്തായിരിക്കും കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തെ പാർട്ടിക്കകത്ത് കടക്കുന്ന ഒരു ആഭ്യന്തര മാഫിയ സംവിധാനത്തെ കേരളീയ സമൂഹത്തിനകത്ത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കണ്ണൂർ മാത്രമല്ല ഇതുള്ളത്, തിരുവനന്തപുരം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു കൃത്യമായിട്ടൊരു ഒരു മുന്നേറ്റം നടക്കുന്നില്ലെങ്കിൽ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ജനങ്ങളുടെ മുമ്പിൽ അത് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കണം പിന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ മനു തോമസ് അടക്കമുള്ള ആളുകൾ. കാരണം യങ്ങർ ജനറേഷൻപ്പെട്ട ആളുകളാണ്, അവർക്ക് ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ്. അവർ കാണുന്നത് എന്താണ്? അവരുടെ മുമ്പിലെ ലീഡർഷിപ്പിൽ മഹാഭൂരിപക്ഷ ആളുകളും ഇത്തരത്തിലുള്ള ഈ നാട്ടിലുള്ളവരോ മറുനാട്ടിലുള്ളവരായിട്ടുള്ള മാഫിയ സംഘങ്ങളുമായി പണപ്രഭുക്കളുമായിട്ട് അമിതമായ ബന്ധം ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച വരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. ജയരാജന് ഇതിനകത്ത് എന്ത് റോളുള്ളത് എനിക്കിത് മനസ്സിലായിട്ടില്ല. ജയരാജന്റെ മക്കളെ വിശദീകരിക്കേണ്ടതുമാണ്. അല്ല, റിജിൽ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് മനു തോമസ് ഒറ്റയ്ക്കാണോ എന്നാണ്. അല്ലല്ല, മനു തോമസ് എന്ന് പറയുന്ന ഈ ഒരു പിന്നെ ഡിവൈഫൈയുടെ നേതാവ് ഇങ്ങനെ പറയണമെങ്കിൽ സ്വാഭാവികമായും അതിനകത്ത് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇനിയെങ്കിലും ഇത് പറഞ്ഞില്ല എങ്കിൽ ഈ പാർട്ടി കണ്ണൂരിൽ ഉണ്ടാവില്ല. വലിയ രൂപത്തിൽ ഒരു തിരിച്ചടിയിലേക്കാണ് ശ്രീ നിഷാദ് കണ്ണൂർ പോകുന്നത്. CPM-നകത്ത് നിന്ന് വോട്ട് ചോർച്ച എന്ന് പറയുമ്പോൾ അത് കെ സുധാകരൻ എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ ശത്രുവായ കെ സുധാകരൻ മാത്രമല്ല, ബി ജെ പിയിലേക്ക് CPM-ന്റെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ചോരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമാണ്. ഈ അഴിമതിയും ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിനകത്ത് CPM മുന്നോട്ട് പോകുമ്പോൾ ആ പാർട്ടിക്കകത്തെ അടിത്തറ തകരുന്നു എന്നുള്ളത് പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെ BJPക്ക് വോട്ട് ചെയ്ത സാഹചര്യത്തിൽ എത്തുമ്പോൾ ഈ പാർട്ടി ഏത് രൂപത്തിൽ എത്തും? ബംഗാൾ ഇവരുടെ മുമ്പിൽ ഒരു പാടായിട്ടുണ്ടല്ലോ.
തിരിച്ചു വരാൻ പറ്റിയില്ലല്ലോ ഇതുവരെ. അപ്പോൾ ഇനി കേരളത്തിൽ ഈ ഭരണത്തിന്റെ അവസാനത്തോടു കൂടി വടക്കൻ മലബാറിൽ ഉണ്ടായ തിരിച്ചടി വലിയ CPM-ന്റെ പാർട്ടി കേന്ദ്രമല്ലേ. അപ്പൊ ആരെങ്കിലും ഇത് പറയണ്ടേ, പൂച്ചക്ക് ആരും മണികെട്ടും എന്ന ചോദ്യമുണ്ട്. സ്വാഭാവികമായും മനമെടുത്തിട്ടാണെങ്കിലും പാർട്ടിക്കകത്ത് നാളെ ഒരു സ്ഥാനം ആഗ്രഹിക്കാതെ ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയാണ്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കകത്ത് ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ ഇത് അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജയരാജനെ പോലെ ഏറ്റവും അപ്രമാദിത്വമുള്ള പാർട്ടിയിലെ സർവ്വസ്വരൂപിയായ എന്താ പറയുന്നത് ചെന്താരകമായി മാറിയ പിന്നെ വാഴ്ത്തുപാട്ടുകളുടെ രാജകുമാരനാക്കി മാറ്റിയ ജയരാജൻ ഇന്ന് ശരശയ്യയിൽ കിടന്ന് ഉലയുമ്പോൾ ഒരാൾ പോലും വന്ന് ജയരാജനെ ന്യായീകരിക്കാത്തത്. അതുകൊണ്ടാണ് പോരാളി ഷാജി വീണ്ടും ആർക്ക് വേണ്ടി വരുന്നത്? ജയരാജന് വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ആകാശ് തില്ലങ്കേരി ആരെ മനു തോമസിനെ വെല്ലുവിളിക്കുന്നത്. കാരണം കാണിച്ചു തരാം, പാർട്ടിയോട് കളിച്ചാൽ വിടില്ല, പാർട്ടിയോടല്ല ജയരാജനോട് കളിച്ചാൽ വിടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇതിനകത്തൊരു കാര്യമുള്ളതെന്നറിയാമോ, ഈ പാർട്ടിക്കകത്ത് ഞാനൊരു പരാതി ഉന്നയിക്കുന്നു, ആ ഉന്നയിച്ച പരാതി ശരിയാവണ്ണം പരിഗണിക്കപ്പെട്ടില്ല, പരിഗണിക്കാതെ വന്നപ്പോ ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു വലിയ നേതൃത്വം, ഈ പാർട്ടി രക്ഷപ്പെടണം എന്ന് പറയുന്ന വലിയ നേതൃത്വം ഈ മനു തോമസ് പറയുന്ന കാര്യത്തിന്റെ പിറകിലുണ്ട് എന്നുള്ളത് മനു തോമസിനെ അംഗീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിനകത്ത് കമന്റ് ഇടുന്ന ആളുകളെ അവിടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പ്രൊഫൈലല്ല പി ജയരാജന് വേണ്ടി ന്യായീകരിക്കുന്നവർ. അവരൊക്കെ ക്രിമിനലുകളും കൊലക്കേസിലെ പ്രതികളും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കൊട്ടേഷൻ കേന്ദ്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ പേരിൽ ഫാൻ ഫോളിയോ ഉള്ള ആളുകളാണ് എന്നുള്ളത് കൃത്യമായി അത് കാണേണ്ട കാര്യമാണ്. ബലദേവ് സച്ചിദാനന്ദൻ, ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, പാർട്ടിക്കകത്ത് ഞാനൊരു പരാതി ഉന്നയിക്കുന്നു, ആ പരാതി വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടില്ല, അതുകൊണ്ട് എനിക്ക് നിരാശയും അടുപ്പുമായി ഞാൻ മാറിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അന്നേ കുഴപ്പമുണ്ടാക്കുന്നില്ല, ഇപ്പോഴും അദ്ദേഹം കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ, അതായത് CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മനു തോമസിനെ മാറ്റിയത് എന്ന കാര്യം ശരിയാവണ്ണമല്ലാതെ ദുരുദ്ദേശ സ്വഭാവത്തിൽ മാധ്യമങ്ങൾക്ക് ചില ആളുകൾ ചോർത്തി കൊടുത്തു, നടപടിയെടുത്തു, ഞങ്ങൾ ഒഴിവാക്കി, സാമ്പത്തിക പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ശരിക്കും അദ്ദേഹം മറുപടി പറയാൻ വന്നത് പോലും. അതർവൈസ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പബ്ലിക് ഇഷ്യൂ, പബ്ലിക്കായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണമെന്നില്ല പാർട്ടിയോട്. അങ്ങനെ ഇരിക്കെ വളരെ പെട്ടെന്ന് ഇതിനോടെല്ലാം പി ജയരാജൻ ചാടിക്കയറി പ്രതികരിക്കുന്നത് എന്തിനായിരിക്കും? പി ജയരാജന് പിന്നാലെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ട കോമ്രേഡ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ക്രിമിനൽ സംഘങ്ങൾ ചാടിയിറങ്ങുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ബൽദേവ്, മനു തോമസിനെ കുറിച്ച് റിജിൽ മാക്കുറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, അദ്ദേഹം മനു തോമസ് CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ ജില്ലാ പ്രസിഡന്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇൻഡയറക്റ്റായിട്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളെല്ലാം അവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, അവരെല്ലാവരുമായിട്ടും വളരെ കൂടുതൽ അടുപ്പമുള്ള ഒരാളായിരിക്കണം മനു തോമസ്. കാരണം അദ്ദേഹം DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവര് ആദ്യകാലങ്ങളിൽ ചെയ്തിട്ടുള്ള എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി 2021 ശേഷമാണ്. അപ്പം അല്ല അതിനകത്തൊരു കാര്യം പറയാം. അദ്ദേഹം അവർക്ക് അനുകൂലമായിരുന്നെങ്കിൽ അദ്ദേഹം നടത്തിയ ജാഥയെ കൂത്തുപറമ്പിലെ പാർട്ടി ഗ്രാമത്തിൽ വെച്ച് വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് ഇരുട്ടിൽ നിർത്തി പ്രസംഗിക്കേണ്ട ഗതികേട് മനു തോമസിന് ഉണ്ടാകുമായിരുന്നില്ല. അയാൾ ആ പാർട്ടിക്കകത്ത് ഈ ഗുണ്ടകളോട്, ഈ ക്രിമിനലുകളോട്, ഈ മാഫിയയോട് സന്ധിയില്ലാതെ പോരാട്ടം നടത്തിയതിന്റെ കൃത്യമായ ഉദാഹരണം അദ്ദേഹത്തെ ജാഥയിൽ ഞാനും നിങ്ങളും ഈ നാടും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മനു തോമസ് അവരുമായി സന്ധി ചെയ്യാത്ത ആളാണ് ഞാൻ പറയാൻ കാരണം. ശരി ബൽദേവ്, പൂർത്തിയാക്കാം. അല്ല, ഒരിടത്തല്ല ശ്രീ റിജിൽ മാക്കുറ്റി അദ്ദേഹത്തിന്റെ 2-3 ഇടത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ജാഥ തടസ്സപ്പെടുത്തി, ഒരിടത്ത് മൈക്ക് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്തു. ആ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ വ്യക്തികളുടെ എല്ലാം എല്ലാവിധ കാര്യങ്ങളും A to Z അറിയാവുന്ന ഒരാളായി, ഒരുപക്ഷെ ജയരാജനോ EP ജയരാജനോ MP ജയരാജനോ ഒക്കെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്നത് ഒരു ചെറുപ്പക്കാരനായിരിക്കണം. കാര്യം അദ്ദേഹം DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ മനു തോമസിന്റെ ആരോപണം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ പാർട്ടിക്കെതിരെയുള്ള ആരോപണമല്ല, പ്രധാനമായിട്ടും ചില വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമാണ്. പക്ഷെ ആരോപണങ്ങൾ അടിസ്ഥാനപരമായി തെളിയിക്കേണ്ടതും അതിന് തെളിവുകൾ കൊണ്ടുവരേണ്ടതും, അദ്ദേഹത്തിന്റെ തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പം ഇവിടെ നേരത്തെ ഇരിക്കുമ്പോൾ സംസാരിച്ചവർ പറഞ്ഞു, ഒരു തിരുത്തലിന്റെ വക്കിൽ നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട റിജിൽ മാക്കുറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ BJPയിലേക്ക് പോയിരുന്നു. ശരിയാണ്, ചില ഭാഗങ്ങളിലൊക്കെ BJPയിലേക്ക് കുറെ വോട്ടുകൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ BJPയിലേക്ക് കേരളത്തിൽ നിന്ന് പോയത് ആരൊക്കെയാണ്? ഇന്ത്യ കണ്ടതിൽ വെച്ച് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ 2 നേതാക്കന്മാർ ശ്രീ AK ആന്റണിയും ശ്രീ K കരുണാകരനുമാണ്. അവരുടെ 2 പേരുടെയും മക്കള് ഇന്ന് BJP നിൽക്കുകയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ വലിയ വലിയ നേതാക്കന്മാരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊന്നും BJP-യിലേക്ക് പോയിട്ടില്ല. നേതാക്കൾ പോകുന്നതും വോട്ട് ബേസ് ചോരുന്നതും തമ്മിൽ രണ്ടാകും. ബലദേവ് സച്ചിദാനന്ദൻ നേതാക്കൾ അണികളില്ലാതെ നേതാക്കൾ പോകുന്നതും അണികളില്ലാതെ നേതാക്കൾ പോകുന്നതും അണികളില്ലാതെ നേതാക്കൾ പോകുന്നതും അടിസ്ഥാന വോട്ട് ബാങ്ക് ഇളകി പോകുന്നതും രണ്ടാണ്. അല്ലല്ല, തൃശ്ശൂരെ സംബന്ധിച്ച് റിജിൽ മാക്കുറ്റി പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റില്ല. അവിടെ ഏറ്റവും 85,000 വോട്ട് 2019 കുറഞ്ഞത് കോൺഗ്രസിനാണ്. 3,34,000 അതായത് 16,000 വോട്ട് വർദ്ധിച്ചത് ഇലക്ഷൻ വെച്ച് കമ്പയർ ചെയ്യും. ആലപ്പുഴയിലെ നിങ്ങളെ വോട്ട് ചോർന്നു പോയില്ലേ? ഞാൻ അംഗീകരിച്ചല്ലോ ഉൾപ്പെടെ നിങ്ങളെ വോട്ട് ചോർന്ന ആലപ്പുഴയിൽ പോയില്ലേ വോട്ട്? ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ആലത്തൂരും എല്ലാം പോയി. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് ആറ്റിങ്ങലും ആലപ്പുഴയും ഇടതുപക്ഷത്തിന്റെ വോട്ട് പോയിട്ടുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതുപോലെ BJP-യിലേക്കല്ലേ CPM-ന്റെ? ശരി, ഞാനൊന്ന് പറയട്ടെ റിജില്ല, എന്നെ പറയാൻ അനുവദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ വോട്ട് പോയിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാ കമ്മിറ്റികളിലും LDF-ന്റെ കമ്മിറ്റികളിലൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് നിന്ന് വോട്ട് പോയിട്ടില്ലേ? കോൺഗ്രസ് നിന്ന് വളരെ കൂടുതൽ വോട്ട് പോയിട്ടുണ്ട്. BJP-ക്ക് വോട്ട് കൂടിയത് ഇടതുപക്ഷത്തിന്റെ മാത്രം വോട്ടല്ല, ഇവിടെ മാത്രമാണ്. പിന്നെ മറ്റൊന്ന്, ഇന്ത്യ മൊത്തം ഭരിച്ചിരുന്ന പാർട്ടിയല്ലേ കോൺഗ്രസ്. ആ സംസ്ഥാനങ്ങളിലാണ്, UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് BJP ഇന്ന് ഭരിക്കുന്നത്. BJP-യുടെ കയ്യിരിക്കുന്ന 18 സംസ്ഥാനങ്ങൾ BJP മുന്നണികൾ ഭരിക്കുന്നത്. അവിടെ എല്ലാം കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ്. ശരിയാണ്, ഇടതുപക്ഷം ഭരിച്ചിരുന്ന 2 സംസ്ഥാനം പശ്ചിമ ബംഗാൾ, ത്രിപുര പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ 18-20 സംസ്ഥാനങ്ങളോളം ഞാനൊന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല പശ്ചിമ ബംഗാൾ. ഞാൻ ചോദിക്കുന്നത് ഈ മനു തോമസ് പി ജയരാജനെ പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. പക്ഷെ പി ജയരാജൻ ചാടി വീഴുന്നത് എന്തിനാണ് എന്നാണ്. അല്ലെങ്കിൽ പി ജയരാജന് വേണ്ടി ഈ ക്രിമിനൽ സംഘങ്ങൾ, ക്രിമിനൽ ഫാൻസ് വെട്ടുകളി കൂട്ടങ്ങൾ ചാടി വീഴുന്നത് എന്തുകൊണ്ടാണ്? ഇത് കാണുമ്പോൾ ആളുകൾ എന്താണ് ഈ പാർട്ടിയെക്കുറിച്ച് വിചാരിക്കാവുന്ന ഒരു സംഗതി ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിശദീകരണം നൽകാം. പക്ഷേ നോക്കൂ, ഈ പാർട്ടിക്കെതിരെ ഒരു പ്രശ്നം ഒരാൾ ഉയർത്തുമ്പോൾ ഡിഫൻസ് ഉണ്ടാക്കാൻ, പ്രതിരോധം ഉണ്ടാക്കാൻ ആളക്കൊല്ലികളായിട്ടുള്ള ഈ പറയുന്ന സ്വർണ്ണ കവർച്ചക്കാരായിട്ടുള്ള ക്രിമിനൽ സംഘാംഗങ്ങളാണ് തെരുവിൽ നിറയുന്നത് എന്ന് വന്നാൽ ആ പാർട്ടിക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ എന്നല്ല ജനം ചിന്തിക്കുക. അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങാൻ ഈ ക്രിമിനലുകൾ എന്തിന് തയ്യാറാവുന്നു എന്ന ചോദ്യം ജനം ചോദിക്കില്ലേ? അത് ആൻസർ ചെയ്യപ്പെടണ്ടേ? അവിടെയാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ സംസാരിച്ചതുപോലെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന് ചെറുതല്ല സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇന്ന് എല്ലാ ലോകത്തും വളരെ കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നൊരു സിനിമ റിലീസായാലും അത് ജയിക്കണോ പരാജയപ്പെടുത്തുകയോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ്. അവിടെ കൊട്ടേഷൻ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ തന്നെ വന്ന ഇഷ്യൂ എന്താ? ഈ 1-2 ക്രിമിനൽ സംഘങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മനു തോമസിനെതിരെ വേണ്ടി വന്നാൽ മനു തോമസിനെ ഉപദ്രവിക്കുമെന്നോ അല്ലെങ്കിൽ ചന്ദ്രശേഖരന്റെ ഗതി ഉണ്ടാകുന്ന അർത്ഥം വരുന്ന രീതിയിൽ എവിടെയാ പോസ്റ്റ് വന്നത്? സാമൂഹ്യ മാധ്യമത്തിലാണ് വന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഇന്ന് ചെറുതല്ല. ആ സോഷ്യൽ മീഡിയയിൽ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത പലരും പല പേരുകളിൽ പല വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി റെഡ് ആർമി എന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി വെച്ചുകൊണ്ടോ അങ്ങനെ പല രീതിയിലും അവർ പ്രവർത്തിക്കുന്നു. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കൊച്ചു പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയിലായാലും ആ പേര് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉണ്ടാവും. ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ദൃശ്യമാധ്യമമോ പത്രങ്ങളോ അല്ല. ഏത് കുട്ടികളുടെ കയ്യിലെടുത്താലും എപ്പോഴും അവർ വാട്സപ്പ്, സോഷ്യൽ മീഡിയ, വാട്സപ്പിൽ ഇങ്ങനെ പോസ്റ്റിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റ് തോറും 100 കണക്കിന് പോസ്റ്റിങ്ങുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് വളരെ കറക്റ്റാണ്. ഇപ്പോൾ തന്നെ ഇഷ്യൂ എന്താ? ഇപ്പോഴത്തെ പുതിയ ഇഷ്യൂ എന്താ? ഈ 2 പേരുടെ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിംഗ്. ആ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിങ്ങിൽ മനു തോമസിന് TP ചന്ദ്രശേഖരന്റെ ഒരുപക്ഷെ ആ രീതിയിലുള്ള ഗതികേടുണ്ടാകും എന്ന അർത്ഥത്തിൽ വന്നു. അത് സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അത് പാർട്ടിയുമായിട്ട് അതിന് ബന്ധമില്ല. പക്ഷേ അത് ഡാമേജ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് പോലെ തീർച്ചയായിട്ടും അവർ പണ്ട് പ്രതിദാനം ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങേയറ്റം ഡാമേജ് ചെയ്യും. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പല തെരഞ്ഞെടുപ്പുകളിലും പല സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ആയിരക്കണക്കിന് പോസ്റ്റിങ്ങുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നത്. അത് കൂടുതലായിട്ടും വന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ആക്ഷേപിക്കത്തക്ക രീതിയിലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ചെറുതൊന്നുമല്ല. പലരും സിനിമ കാണാൻ പോകുന്നത്, ഒരു പരിപാടിക്ക് പോകുന്നത് എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യത്തിന്. കേവല സോഷ്യൽ മീഡിയക്കാരാണോ ബലദേവ് സച്ചിദാനന്ദൻ? ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ആൾ ആരാണ്? കണ്ണൂരിലെ അറിയപ്പെടുന്ന ഒരു യുവ ക്രിമിനലാണ്, കൊലയാളി സംഘത്തിലെ ആളാണ്. ഏത് ഷുഹൈബിന്റെ വധക്കേസിലെ പ്രതിയാണ്. അർജുൻ ആയെങ്കിൽ ആരാണ്?
അവരൊക്കെ കേവലമായിട്ടുള്ള മുഖമില്ല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലെയാണോ? അവരൊക്കെ ആരോടാണ് അസോസിയേറ്റ് ചെയ്തിരുന്നത്? ആർക്കു വേണ്ടിയാണ് അവർക്ക് വാളെടുത്തത്? അവർക്കൊക്കെ നിയമസഹായം കിട്ടിയത് എവിടെ നിന്നാണ്? ഈ പറഞ്ഞ ക്രിമിനൽ സംഘങ്ങളുടെയൊക്കെ കല്യാണം നടത്തി കൊടുക്കാനും പരോൾ ഉണ്ടാക്കാനും അവർക്ക് നിയമവിരുദ്ധമായി ഇളവ് നേടിക്കൊടുക്കാനും ഒക്കെ പണിയെടുക്കുന്ന പാർട്ടി ഏതാണ്? അതുകൊണ്ട് ഏതോ കുറെ ആളുകൾ ഫേസ്ബുക്കിൽ വന്ന് ബഹളം വെക്കുന്നതിന്റെ ഉത്തരവാദിത്വം CPM മേൽ ചാരല്ലേ എന്ന നിഷ്കളങ്കവാചകം പറയല്ലേ? അല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അവര് ഒരു കാലത്ത് CPM-ന്റെ ഒക്കെ പ്രവർത്തകരായിരുന്നു. അവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അവർക്ക് പാർട്ടിയിൽ യാതൊരു വിധമായ മെമ്പർഷിപ്പോ ഒരു പാർട്ടിയെന്ന് മാത്രമല്ല പാർട്ടിയുടെ പോഷക സംഘടനകൾ പോലും അവർക്ക് യാതൊരു അംഗത്വം ഉള്ളവരല്ല. അവരൊരു കമ്മിറ്റികളിലും അംഗമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവർ ഉയർത്തിവിടുന്ന സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പരസ്യമായിട്ടോ അവർ പറയുന്ന ഓരോന്നും പാർട്ടിക്ക് ദോഷമായിട്ട് വരൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കൊലയാളി സംഘങ്ങളാണ് പലപ്പോഴും ഈ പ്രസ്ഥാനത്തെ അല്ല പല പ്രസ്ഥാനങ്ങൾക്കോ ദോഷമാണ്. ഏത് പ്രസ്ഥാനത്തിലായാലും ആ പ്രസ്ഥാനവുമായിട്ട് പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുന്നു, അതിനകത്ത് പാർട്ടിക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന മറ്റുള്ള അദ്ദേഹത്തിന്റെ മറുപടി. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ റിജിൽ മാക്കുറ്റിയും. ഇവിടെ നോക്കൂ, പി ജയരാജൻ പ്രതിസന്ധിയിലാവുന്നു എന്ന് തോന്നുമ്പോഴാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ പെട്ടെന്ന് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട് മനു തോമസിനെ ഭയപ്പെടുത്തുന്നത്, കൈകാര്യം ചെയ്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. വളരെ പെട്ടെന്ന് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും കമന്റുകളും ഒക്കെ പിൻവലിക്കപ്പെടുന്നു, എഡിറ്റ് ചെയ്യപ്പെടുന്നു, എവിടുന്നോ നിർദ്ദേശം കിട്ടിയ മട്ടിൽ. ആരാണ് സത്യത്തിൽ ഇവരൊരു വൈകാരിക ആവേശം കൊണ്ട് തനിയെ പുറപ്പെടുന്നതാണോ അതോ ഇവർക്കൊക്കെ ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ടാകുമോ? തീർച്ചയായും നിഷാദ്, ഈ കേന്ദ്രമുണ്ട്. ആ കേന്ദ്രം പി ജയരാജൻ തന്നെയാണ് ഇതിന്റെ കേന്ദ്രം. പി ജയരാജന്റെ മകനാണ് ഇതിന്റെ കേന്ദ്രം. ആ മകനാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. 100 കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളിനകത്ത് ഈ പി ജയരാജന്റെ മകൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെയാണ് ഇത്തരം കാര്യം അച്ഛന് പരിക്ക് വരുമ്പോൾ അല്ലെ പാർട്ടിക്കകത്ത് നിന്ന് ചെന്താരകമായി ഉയർന്നു വന്ന ജയരാജനെ മാറ്റിയപ്പോൾ പോലും അതിനകത്ത് പ്രശ്നമുണ്ട്. അങ്ങനെ മാറ്റിയൊന്നുമല്ല. അറിഞ്ഞ സമയത്താണ് ഈ കോറി മാഫിയയെ ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക കൈപ്പറ്റി എന്നതും അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിന്ന് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറിമാരായ ആളുകളെ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പലയും നിശ്ചയിച്ചപ്പോൾ ജയരാജനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് പോലും പാർട്ടിക്കകത്ത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ജയരാജൻ ഈ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ ആ പുകമറകൾ ഓരോന്നോരോന്ന് പൊളിഞ്ഞു വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷുഹൈബിന്റെ പദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ആകാശ് തില്ലങ്കേരി ഇട്ട പോസ്റ്റ് ഉണ്ടല്ലോ, ഷുഹൈബിന്റെ കൊലപാതക പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം എന്താണ് CPM വരച്ചുപോയില്ലേ? CPM വരച്ചുപോയില്ലേ? ഈ TP കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പരോട് കൊടുക്കാനൊക്കെയുള്ള കാരണം എന്താ? അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രൂപത്തിൽ വിമർശനം അതിനകത്ത് ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർ പാർട്ടി പറഞ്ഞു ചെയ്തു, പക്ഷെ പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് ബോധം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. ആരാണ് ഈ ഭൂതത്തെ തുറന്നു വിട്ടത്? ഈ ഭൂതങ്ങളെ തുറന്നു വിട്ടതാരാ? ഈ ക്രിമിനലുകളെ, ആളുകളെ കൊല്ലാൻ 51 വെട്ടുപെട്ടി 41 വെട്ടുപെട്ടി കൊല്ലാൻ പിന്തുണ കൊടുത്ത് അവർക്ക് സംരക്ഷണം കൊടുത്ത് നിയമപരമായ സഹായം കൊടുത്ത് ജയിലിൽ കിടക്കും മണിയറ പോലും സൃഷ്ടിച്ചു കൊടുത്തില്ലേ? അവരെങ്ങനെ തള്ളി പറയാൻ പറ്റുമോ? അവർ പാർട്ടിക്ക് മുകളിൽ കയറുന്നു, പിന്നെ അവർക്ക് സാമ്രാജ്യം ഉണ്ടാക്കണം, അവർക്ക് അധോലോക സാമ്രാജ്യം ഉണ്ടാക്കണം, അവർക്ക് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമായി മാറണം. അപ്പൊ അതിനവർ പാർട്ടി ഉപയോഗിക്കുകയാണ്. അവരുടെ ഫേസ്ബുക്ക് പേജുകൾ നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ, ഇൻസ്റ്റാഗ്രാം പേജുകൾ എടുത്ത് പരിശോധിക്കൂ. നമ്മുടെ നാട്ടിലൊരു സെലിബ്രിറ്റി കിട്ടുന്നതിനേക്കാളും വലിയ അംഗീകാരത്തോടു കൂടി അവർ മാറുകയല്ലേ? അവർ ആരാണ് ലൈക്ക് അടിക്കുന്നത്, ആരാ കമന്റ് അടിക്കുന്നത്? CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ചെറുപ്പക്കാർ ഇവരുടെ പാളയത്തിലേക്ക് പോവാണ്. CPM കൈയും കെട്ടി നിൽക്കുക. അപ്പൊ അത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഇത് പാർട്ടി ആകമാനം അപഗ്രസിച്ചിരിക്കുന്നു. ഈ പാർട്ടിക്കകത്തേക്ക് പുതിയ തലമുറ ഇതിലേക്ക് പോവുകയാണ്. ഇതിനെ പിടിച്ചു നിർത്തണം, ഇതിനെ പിടിച്ചു കെട്ടണം എന്ന തീരുമാനമാണ് മനു തോമസ് എന്ന് പറയുന്ന DYFI നേതാവ് ആ പാർട്ടിക്കകത്ത് ഉയർത്തിയത്. പക്ഷേ അത് ഉയർത്തിയപ്പോൾ അതിനകത്ത് തന്നെ ഒറ്റുകാരുണ്ടായി. അയാളെ ഒറ്റപ്പെടുത്താൻ, അയാളെ ഈ ക്രിമിനൽ സംഘത്തെ ഉപയോഗിച്ച് വേട്ടയാടാൻ കൂടെ നടക്കുന്ന ജില്ലാ സെക്രട്ടറിയായി ആളുകൾ തയ്യാറാകുന്നത് മാത്രമല്ല ആ ആള് ഇവരുടെ കാരിയറായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഗുരുതരമായ കാര്യമാണ് ചെയ്തത്. ഇവിടെ ഇപ്പോ CPM-ന്റെ നേതൃത്വം, ജില്ലാ നേതൃത്വം എടുക്കുന്ന പ്രതികരണത്തിന്റെ സ്വഭാവം നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന പോലെ കണ്ണൂരിലെ പി ജയരാജൻ സ്റ്റൈൽ ഓഫ് അപ്രോച്ചോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമുക്കൊന്ന് പിൻവാങ്ങണം എന്നതുകൊണ്ടാണല്ലോ അവർ മുഖ്യധാരയിൽ നിന്ന് ജയരാജനെ എല്ലാ അർത്ഥത്തിലും വളരെ പൊടുന്നതിനെ വിഡ്രോ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ആ കൈൻഡ് ഓഫ് സംഗതി നമുക്കിനി വേണ്ട എന്ന് സത്യത്തിൽ CPM അവിടെ തീരുമാനിച്ചിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ വിമർശനത്തെ കുറച്ചൊരു പോസിറ്റീവായി അവർ എടുക്കുന്നുണ്ടാവുമോ? അല്ല, ഇതിലുള്ളൊരു പ്രശ്നം കണ്ണൂരിൽ യഥാർത്ഥത്തിൽ ദീർഘകാലമായിട്ട് ഈ വയലൻസ് ഉണ്ടായിരുന്നു. ജയരാജൻ സെക്രട്ടറി ആവുന്നതിന് മുമ്പേ വയലൻസ് ഉണ്ട്, ജയരാജൻ സെക്രട്ടറി ആയതിനു ശേഷവും വയലൻസ് ഉണ്ട്. പക്ഷേ ജയരാജൻ്റെ കാലത്ത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി വല്ലാതെ വർദ്ധിച്ചു.
അദ്ദേഹം വടകരയിൽ മത്സരിച്ചു. വടകരയിൽ മത്സരിച്ച ശേഷം അദ്ദേഹം കൊടുത്തില്ല. പക്ഷേ ഇതൊക്കെ തന്നെ ആകുമ്പോൾ പോലും ജയരാജന് പാർട്ടിയിലൊരു പൊതുവിൽ കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ ഒരു സാമാന്യം പാർട്ടിക്കാർക്കിടയിൽ നല്ലൊരു ഒരു 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 സപ്പോർട്ട് ബേസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിതാ കാണുന്നത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരാനിടയുണ്ട്. സ്വാഭാവികമായിട്ടും ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക റീപൊസിഷനിങ് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത അദ്ദേഹം കാണുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കണം ഈ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായിട്ട് ഇടപെടാൻ കാരണമായത്. പക്ഷേ അതിലൊക്കെ തന്നെ ഒരു മറുവശമുണ്ട്. അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണ്? നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ് വിശദീകരിച്ച് അവസാനിപ്പിച്ച ഒരു വിഷയം, പാർട്ടി ജില്ലാ സെക്രട്ടറി ഒരു വിഷയത്തിൽ ഒരു വിശദീകരണം കൊടുത്തു, പത്രസമ്മേളനം നടത്തി, അദ്ദേഹം അത് അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും അത് റിവൈവ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഫേസ്ബുക്ക് കമൻറ്റ് ഇട്ടത് വഴി അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല. പക്ഷേ തീർച്ചയായും ഇന്നുള്ള പാർട്ടിക്കകത്തുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിക അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കണം അദ്ദേഹം ഉദ്ദേശിക്കേണ്ടത്. കാരണം പാർട്ടിയിൽ അടി മുതൽ മുടി വരെ വന്നിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങൾ, അഴിമതി, മാഫിയ സംഘങ്ങളെ ബന്ധങ്ങൾ, ഇതെല്ലാം പുറത്തു വരട്ടെ എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ അതിന് അന്തിമമായിട്ട് ഒരുപക്ഷെ തനിക്കത് ഗുണം കിട്ടും എന്ന് അദ്ദേഹം കാണുന്നുണ്ട്. ഒരു കലങ്ങി തെളിയൽ ഉദ്ദേശിച്ചുകൊണ്ടാണോ അദ്ദേഹം ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. യെസ്, അല്ല, അഡ്വക്കേറ്റ് ബലദേവ്, നടക്കട്ടെ ഈ വിവാദം, മനു തോമസിന് പറഞ്ഞു മടുക്കട്ടെ എന്നായിരിക്കുമോ CPM തീരുമാനിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അങ്ങനെയല്ല. മനു തോമസ് പറയുന്ന കാര്യങ്ങൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, അത് വ്യക്തിപരമായ ചില കാര്യങ്ങളാണ്, പ്രസ്ഥാനത്തിനെതിരെയല്ല. അതുകൊണ്ട് നിങ്ങൾ പലരും പറഞ്ഞല്ലോ നേതൃത്വം എന്തുകൊണ്ട് ഇടപെടുന്നില്ല, നേതൃത്വം പ്രതികരിക്കുന്നില്ല. നേതൃത്വം പ്രതികരിക്കേണ്ട രീതിയിലേക്കൊന്നും വന്നിട്ടില്ല. മനു തോമസ് പ്രധാനമായിട്ട് പറഞ്ഞത് ജയരാജന്റെ മകൻ ജയിൻ രാജിന് ഈ മാഫിയ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അല്ലാതെ പാർട്ടിക്ക്, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ പാർട്ടി ജില്ലാ ഘടകത്തിനോ പാർട്ടി സംസ്ഥാന നേതാക്കന്മാരോ ഇവരെ ആരെങ്കിലും വേണ്ടുന്ന വഴിവിട്ട് സഹായിക്കുന്നുണ്ടോ? ഈ പറയുന്ന കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുമായിട്ടോ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടോ പാർട്ടി നേതൃത്വത്തിന് ബന്ധമുണ്ടെന്ന് മനു തോമസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. മനു തോമസ് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുമായിട്ട് വരട്ടെ. അദ്ദേഹം നേരിട്ട് പരാതി നൽകിയിരുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഷാജറിനെതിരെ മാത്രമാണ്. ആ പരാതി പാർട്ടി അന്വേഷിക്കുകയും അതിനകത്ത് യാതൊരു വിധമായ കഴമ്പുമില്ലെന്ന് കണ്ട് ആ പരാതി തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോപണം ജയരാജന്റെ മകൻ ജയിൻ രാജുമായി ബന്ധപ്പെട്ടതാണ്. അത് പാർട്ടി അന്വേഷിക്കട്ടെ. അദ്ദേഹത്തിന് തെളിവുകളുണ്ടെങ്കിൽ അത് വരട്ടെ. ജയിൻ രാജ് എന്തൊക്കെയാണ് കുറ്റങ്ങൾ ചെയ്തത് ഇവിടെ ശ്രീ റജിൽ മങ്കുറ്റി പറഞ്ഞു. അദ്ദേഹത്തിന് നിരവധി തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവരപ്പുറത്തേക്ക് ചാടി കളിക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. എന്തായാലും CPIM ഇതിനെ എന്തുമാത്രം ഗൗരവത്തിലെടുക്കുന്നുണ്ടോ, തള്ളിക്കളയാൻ പോവുകയാണോ, അങ്ങനെ അവഗണിക്കാനാണ് ഭാവമെങ്കിൽ അത് എന്തുമാത്രം ഗുണമാണ് ചെയ്യുമോ അതോ ദോഷമായിരിക്കുമോ കാണേണ്ട കാര്യമാണ്. താങ്ക് യു ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, റിജിൽ മാക്കുറ്റി, N. പിച്ചക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പങ്കുവച്ചതിന്.